വെൽക്കം ടു മൈ ചാനൽ. ഇന്നിവിടെ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു ഇതേപോലെ ഏത് പാറ്റേൺ അല്ലെങ്കിൽ സൂയിങ് പഠിപ്പിച്ച് തരുമോ എന്ന് എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. പക്ഷേ ഈ പറഞ്ഞ അങ്ങനെ സമയം ഇല്ലാത്തതും പ്ലസ് ഞാൻ പല വീഡിയോസിലും പറഞ്ഞു യൂട്യൂബ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇത് എങ്ങനെ ചെയ്യും എന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അതൊരു വേറൊരു രീതി. പിന്നെ അതിനുള്ള ഒരു ഇപ്പോൾ ഒരു സ്കൂള് അല്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു എനിക്ക് ബോർഡൊക്കെ വെച്ചിട്ട് പറഞ്ഞു തരുന്നതിന് ഒരു ഇതുണ്ടായിരുന്നു. സോ ബട്ട് ഐ മെറ്റ് സമ്മൺ that gave me a big inspiration to do this video. Okay, സോ ഇന്ന് ഞാൻ ചില കാര്യങ്ങൾ, അതായത് ഈ വീഡിയോസ് ഞാൻ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് there are women's okay who are ഒറ്റപ്പെട്ട് ഒരു ഇമോഷണൽ സപ്പോർട്ടും ഇല്ലാതെ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടും ഇല്ലാതെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ നമ്മുടെ പിന്നെ എല്ലായിടത്തും ഉണ്ട്. ഓക്കെ, അവരോട് എനിക്ക് പറയാനുള്ളത് സ്കിൽസ്, വൊക്കേഷണൽ സ്കിൽസ് പഠിക്കുക. അത് എന്തോ ആവട്ടെ, നിങ്ങൾക്ക് ഒരുപാട് ജോലി ഉണ്ടായിരിക്കും, ജോലി നഷ്ടപ്പെട്ടു, പക്ഷേ ഈ സ്കിൽസ് എല്ലാം നിങ്ങൾക്ക് ആ സമയത്ത് ഉപയോഗിക്കാം. ഓക്കെ, ദെൻ അനദർ ക്വസ്റ്റ്യൻ എന്നോട് പലരും ചോദിച്ചിട്ടുള്ളത് ഫാഷൻ ടെക്നോളജി പഠിക്കാനായിട്ട് കോളേജിൽ പോകണമെന്നുള്ളതാണ്. ഫാഷൻ ടെക്നോളജി പഠിക്കാൻ നിങ്ങൾ കോളേജിലൊന്നും പോകണ്ട, പക്ഷേ നിങ്ങളുടെ എൻഡ് ഗോൾ എന്താണോ അതനുസരിച്ചിരിക്കും എൻ്റെ ആൻസറും. നിങ്ങൾക്ക് ഫാഷൻ ഫീൽഡിൽ അല്ലെങ്കിൽ ഫാഷൻ മാനേജ്മെൻറ്റ് ഫീൽഡിൽ ഒരു എൻഡ് ഗോൾ എന്ന് പറയുന്നത് ഡിഗ്രി ആവശ്യമായിട്ടുള്ള കോഴ്സസ് ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് റിയലി നീഡ്സ് ദാറ്റ് ഡിഗ്രി. അത് നിങ്ങൾ പോയി പഠിച്ച് അവിടേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അവിടെ പഠിക്കാം. ഇനി നിങ്ങളുടെ ഡിസിഷൻ അല്ലെങ്കിൽ എൻ്റെ ഗോളെന്ന് പറയുന്നത് സ്റ്റിച്ച് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ബുട്ടീക്ക് ഇടുക, ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഐ റെക്കമെൻഡ് ലേൺ ഫ്രം യൂട്യൂബ് ചാനൽസ് ഓർ ഇതിനെപ്പറ്റി ഒരു ചെറിയ ധാരണ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. കറണ്ട് ട്രെൻഡ് എന്താണെന്ന് മനസ്സിലാക്കാനും സ്റ്റിച്ചിങ്ങിൻ്റെ കുഴപ്പങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാനും ഒക്കെ അറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ പ്രൊഡക്റ്റീവായിട്ട് പ്രോഡക്ട്സ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ പറ്റും. അതേപോലെ ഡിസൈനിങ് ആണ് നിങ്ങളുടെ ഇതെന്നുണ്ടെങ്കിൽ ഡിസൈനിങ് ഫീൽഡ് പഠിക്കണമെന്നുണ്ടെങ്കിലും ഐ തിങ്ക് യു നീഡ് ടു ഗോ ആൻഡ് ലേൺ ദാറ്റ് ഡിസൈനിങ് റേഷ്യോസ് ആൻഡ് സ്റ്റഫ് ആൻഡ് ഡിസൈൻ ചെയ്യാൻ തന്നെ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ആർട്ട് ഫോമാണ്. ഈ ആർട്ട് ഫോം കൺസിസ്റ്റൻ്റായിട്ട് നമ്മൾ ചെയ്താണ് ഇതൊരു വലിയ ഒരു ആർട്ടിസ്റ്റ് ആവുന്നത്. നമ്മൾ ആർട്ടിസ്റ്റ് ആണെങ്കിലും ചുമ്മാ രാവിലെ എഴുന്നേറ്റ് വരയ്ക്കുമ്പോൾ ആവത്തില്ലല്ലോ, അതേപോലെയാണ് ഇതും. വരച്ചാണ് നമ്മൾ, അല്ലെങ്കിൽ ചെയ്താണ് നമ്മൾ ആ പെർഫെക്ഷനിലേക്ക് എത്തുന്നത്. ഓക്കെ, സോ ആദ്യം ഇപ്പം ഞാൻ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പരമാവധി പറയാൻ ഞാൻ ശ്രമിക്കാം. അപ്പോൾ നമ്മുടെ ഫാഷൻ ഫീൽഡ്, അതായത് എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫാഷൻ എന്ന് പറയുന്നത് ഒരു ആർട്ട് ഫോമാണ്. ഓക്കെ, ഇറ്റ്സ് ആൻ ആർട്ട് ഫോം. ഈ ഫാഷനിൽ നമുക്ക് കൂടിപ്പോയ 4 ഫേസ് അല്ലെങ്കിൽ 5 ഫേസ് നമുക്ക് മെയിനായിട്ട് എടുത്ത് പറയാം. ഓക്കെ, ഒന്ന് ഡിസൈൻ. ഓക്കെ, ദ ഫസ്റ്റ് തിങ് ഡിസൈൻ എന്ത് വേണമെങ്കിലും ആവാം. നിങ്ങൾക്ക് തന്നെ വരയ്ക്കുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പിന്നെ ഒരാൾ ഒരു ഡിസൈൻ ചെയ്തത് നമുക്കിഷ്ടപ്പെട്ട അത് കോപ്പി ചെയ്യുന്നതാവാം. നമുക്ക് ഒരു ഡിസൈൻ വേണം, ഒരു ബേസ് വേണം, ബേസ് ഐഡിയ വേണം. ഓക്കെ, ഒരു ഐഡിയ ആണ് ആ ഡിസൈൻ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ദാറ്റ്സ് എ ഫീൽഡ്, സെപ്പറേറ്റ് ഫീൽഡ് ഇൻ ഫാഷൻ ഇൻഡസ്ട്രി. സോ ഡിസൈനിങ് മാത്രം ചെയ്തിട്ട്, പക്ഷേ ഡിസൈനിങ്ങിൻ്റെ ബാക്കിൽ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നവരുണ്ട്. ഇപ്പം എന്നോട് പിന്നെ
ഡിഗ്രി വേണമെന്ന് ചോദിച്ചാൽ അവർക്കൊന്നും ഒരു ഡിഗ്രിയും കാണത്തില്ല. ബട്ട് ദെയർ സ്കിൽസ്, വൊക്കേഷണൽ സ്കിൽസ് വളരെ വലിയ എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും അവരെല്ലാവരും. അവരുടെ വൊക്കേഷണൽ സ്കിൽസ് ഭയങ്കര എഫിഷ്യൻ്റ് ആയിരിക്കും. അതുകൊണ്ട് സ്കിൽസ് ഇൻക്രീസ് ചെയ്യുവാണെന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ഫീൽഡിലും പിന്നെ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റും. ഓക്കെ, സോ ദിസ് ഈസ് വൺ ഡിസൈനിങ് ഓർ ഡിസൈൻ, നമ്മുടെ ഡിസൈൻ ഉണ്ടായിരിക്കുക. ഇനി അടുത്തതാണ്, ആ ഡിസൈന് നമുക്ക് പാറ്റേൺസ് ഉണ്ടാക്കണം. അതായത് നമ്മുടെ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ദ ഗാർമെൻറ്റ്സ്. ഓക്കെ, ഒരു ഹൗസ് ഉണ്ടാക്കുമ്പോൾ നമ്മളൊരു സ്ട്രക്ചർ ഉണ്ടാക്കത്തില്ലേ, അതാണ് പാറ്റേൺ മേക്കിംഗ്. ഈ പാറ്റേൺ മേക്കിങ്ങിൽ ഒരുപാട് പ്രോസസ്സുകളുണ്ട് ബൾക്ക് പ്രൊഡക്ഷനിലേക്ക് പോകുമ്പോഴത്തേക്കും. ഓക്കെ, അവിടെയൊന്നും ഞാൻ ടച്ച് ചെയ്യുന്നില്ല. പക്ഷേ ദിസ് ഈസ് ദ മെയിൻ പാർട്ട് ഓഫ് ദാറ്റ് ഗാർമെൻറ്റ് പ്രൊഡക്ഷൻ. ഒരു ഗാർമെൻറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പാറ്റേൺ മേക്കിങ്ങിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ ഗാർമെൻറ്റ് വളരെ നിലയിൽ പൊട്ടിപ്പോവും. അതുകൊണ്ട് പാറ്റേൺ മേക്കിംഗ് ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവം. ഓക്കെ, ദെൻ കംസ് ഗാർമെൻറ്റ് കൺസ്ട്രക്ഷൻ. ഓക്കെ, ഗാർമെൻറ്റ് കൺസ്ട്രക്ഷനാണ് നമ്മുടെ തയ്യൽ. ഓക്കെ, തയ്ക്കുന്ന സംഭവം. ഓക്കെ, ആൻഡ് ദെൻ മാർക്കറ്റിംഗ്, നമ്മളത് എങ്ങനെ മാർക്കറ്റ് ചെയ്യുന്നു. സോ ദീസ് ആർ ഓൾ ഡിഫറെൻറ്റ് ഫീൽഡ്. ഇതിൽ തന്നെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ജോബ്സും ഇതിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് മെയിനായിട്ട് പറയാൻ പറ്റുന്നത്. ഓക്കെ, ഞാൻ വളരെ എല്ലാം ചുരുക്കി നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം എന്ന് കരുതിയാണ് ഇതെല്ലാം പറയുന്നത് കേട്ടോ. ഇനി അപ്പോൾ നമ്മളിപ്പോൾ എനിക്ക് ഡിസൈനിങ്ങിനെ പറ്റി നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ടുള്ള ഇതൊന്നുമില്ല. അത് വരയ്ക്കുക എന്നുള്ളതാണ് ഡിസൈനിങ്. നമ്മുടെ ഐഡിയാസിനെ നമ്മുടെ പേപ്പറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അതിന് നമുക്ക് ഡിസൈൻ ചെയ്താൽ മാത്രം പോരാ, അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള കഴിവും കൂടെ ഉണ്ടായിരിക്കണം. ലൈക്ക് ആ ഡിസൈൻ ഇങ്ങനെയാണ് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. ഓക്കെ, ദെൻ കംസ് പാറ്റേൺ മേക്കിംഗ്. പാറ്റേൺ മേക്കിംഗ് ചെയ്യുമ്പോൾ നമുക്ക് ഇനി പാറ്റേൺ മേക്കിംഗ് എന്താണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഇതിലാണ് ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. സ്റ്റിച്ചിങ് നിങ്ങൾക്ക് സൂയിങ് മെഷീൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ സൂയിങ് മെഷീനിൽ ചവിട്ടി പഠിച്ചാൽ നമുക്ക് ആൻഡ് ദ ടിപ്സ് ആൻഡ് ട്രിക്സ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് അറിയുകയാണെങ്കിൽ ഗാർമെൻറ്റ് കൺസ്ട്രക്ഷൻ വിൽ ബി നോട്ട് ബി എ ബിഗ് ഡീൽ. പക്ഷേ പാറ്റേൺ മേക്കിംഗ് ഒരു വലിയ ഡീലാണ്. കാരണം അതിൻ്റെ അകത്ത് ഫോർമുലാസ് പഠിക്കണം, അതിൻ്റെ അകത്ത് മാത്സ് ഉണ്ട്. ബട്ട് ഇറ്റ്സ് നോട്ട് ഈ പറഞ്ഞ പോലെ പ്രീ ആൽജിബ്ര അങ്ങനത്തെ ഒന്നുമല്ല. വളരെ ബേസിക് ആയിട്ടുള്ള മാത്താണ് അവിടെ ഉള്ളത്. ഓക്കെ, ആൻഡ് ഇനി പാറ്റേൺ മേക്കിംഗ് എന്താണ് എന്നുള്ളത് പറഞ്ഞു. ഓക്കെ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് പാറ്റേൺ മേക്കിംഗ്. ഓക്കെ, പാറ്റേൺ മേക്കിംഗ്. ഓക്കെ, പാറ്റേൺ മേക്കിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഐഡിയാസിനെ നമ്മൾ 2D ഫോമിലോട്ട് നമ്മളതിനെ ആക്കുന്നു. അല്ലെങ്കിൽ നമ്മുടെ 3D ഫോം ഗാർമെൻറ്റിനെ നമ്മൾ 2D ഫോം ആയിട്ട് പേപ്പറിലേക്ക് ആക്കിയിട്ട് അതിനെ ഉപയോഗിച്ച് നമ്മൾ ഒരു ഗാർമെൻറ്റ് ഉപയോഗിക്കുന്നത്. ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് എ പേപ്പർ പാറ്റേൺ ബൈ യൂസിങ് മെഷർമെൻറ്റ്സ് ടു ഡ്രോ ദ ഗാർമെൻറ്റ് പീസസ്. നമ്മൾ പല ചെറിയ ഗാർമെൻറ്റ് പീസസ് പുട്ട് ടുഗദർ ചെയ്തിട്ടാണ് 3D ഫോമിൽ നമ്മുടെ ഗാർമെൻറ്റ് വരുന്നത്. ഓക്കെ, സോ പാറ്റേൺ മേക്കിങ്ങിൽ വരുന്ന ഇതാണ് മെഷർമെൻറ്റ്. ഓക്കെ, സോ മെഷർമെൻറ്റ്. ഓക്കെ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് മെഷർമെൻറ്റ്. നമുക്ക് ബോഡി മെഷർമെൻറ്റ്സ് വേണം. ഓക്കെ, സോ പല ബുക്കുകളിൽ പല മെഷർമെൻറ്റ്സ് ആണ് യൂസ് ചെയ്യുക. കപ്പിൾ ഓഫ് തിങ്സ്. ഇപ്പോൾ ഹെലൻ ആംസ്ട്രോങ് ആണെങ്കിലും അല്ലെങ്കിൽ ഫാഷൻ ടെക്നോളജി പാറ്റേൺ മേക്കിങ്ങിലാണെങ്കിലും ഒക്കെ പലരും this is 2 different books and this is make your own pattern. I forget about this one. I don't have the front cover page or anything, അതുകൊണ്ട് അറിയത്തില്ല. But if you find this book, this is what I like most of the time. But I also more knowledge about drafting will give you more knowledge about producing
നൈസ് പാറ്റേൺസ് ഓക്കെ അറ്റ് ദ എൻഡ്. സോ ഇതൊരു വേർഷൻ ബട്ട് എവറിത്തിങ് ഈസ് സെയിം. സി ഇവിടെ ചെസ്റ്റ് സർക്കംഫറൻസ് എന്ന് പറയുന്നത് ആം ഹോളിൻ്റെ അല്ലെങ്കിൽ അണ്ടർ ആമിൻ്റെ അണ്ടർ ആമിൻ്റെ താഴെ വരുന്ന ഭാഗത്തെയാണ്, ബസ്റ്റ് അല്ല അണ്ടർ ആമിൻ്റെ ഭാഗത്തെയാണ് ചെസ്റ്റ് മെഷർമെൻ്റ് എന്ന് പറയുന്നത്. Waist measurement, waist circumference. So waist, just say waist. Bust measurement is the fullest bust. And center back, see ഇവിടെ സെൻറ്റർ ബാക്കിന് പറയുന്ന ഒരു waist length. See from nape to waist. ഇതിന് സെൻറ്റർ ബാക്ക് എന്നാണ് പറയുന്നത്. ഇനി അതേപോലെ സെൻറ്റർ ഫ്രണ്ട് മെഷർമെൻറ്റ്. ദിസ് ഈസ് വാട്ട് ഐ റിയലി വാണ്ടഡ് ടു നോ. നമ്മൾ ഒരു ബുക്ക് ഫോളോ ചെയ്യുമ്പോൾ അവരുടെ ഡ്രാഫ്റ്റിംഗ് മെത്തേഡ് എടുക്കുമ്പോൾ വി നീഡ് ടു നോ ഹൗ ദേ ആർ ടേക്കിംഗ് ദ മെഷർമെൻറ്റ്. ഓക്കെ, നോട്ട് ജസ്റ്റ് മെഷർമെൻറ്റ്സ്, എങ്ങനെ ഏത് പോയിന്റിൽ നിന്നാണ് അവർ ആ മെഷർമെൻറ്റ് എടുത്തിരിക്കുന്നത് അതിനനുസരിച്ച് നമ്മുടെ ഡ്രാഫ്റ്റിംഗ് ഡീറ്റെയിൽ ചേഞ്ച് ചെയ്യും. സോ ഇൻ ദിസ് വൺ സെൻറ്റർ ഫ്രണ്ട് എന്ന് പറയുന്നത് ഈ നെക്കിൻ്റെ ഈ സെൻറ്ററിൽ നിന്നാണ് വേസ്റ്റ് വരെയുള്ള മെഷർമെൻറ്റാണ് ഇവിടെ സെൻറ്റർ ഫ്രണ്ടായിട്ട് എടുത്തിരിക്കുന്നത്. ബട്ട് ഇൻ ദിസ് വൺ ഫ്രണ്ട് വേസ്റ്റ് ലെങ്ത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സെൻറ്റർ ഫ്രണ്ട് മെഷർമെൻറ്റ് എന്ന് പറയുന്നത് സൈഡ് ലെങ്തിൽ നിന്ന്, അതായത് ബാക്കിൻ്റെ നെയ്പ്പിൽ നിന്നാണ് ഈ മെഷർമെൻറ്റ്. ഓക്കെ, ബാക്കിൻ്റെ നെയ്പ്പ് ഈ ഫ്രണ്ടിൻ്റെ വശത്ത് പിടിച്ചിട്ട് ഈ വേസ്റ്റ് വരെയുള്ള മെഷർമെൻറ്റാണ് ഫ്രണ്ട് വേസ്റ്റ് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ഇപ്പോൾ ഞാൻ ഈ ബുക്ക് ഫോളോ ചെയ്യുമ്പോൾ വി നീഡ് ടു ഫോളോ ദിസ് മെഷർമെൻറ്റ്, അതായത് ഏത് പോയിന്റിൽ നിന്ന് ഏത് പോയിന്റ് വരെയുള്ള മെഷർമെൻറ്റാണ് എടുത്തിരിക്കുന്നത് ആ മെഷർമെൻറ്റ് യൂസ് ചെയ്തിട്ട് വേണം ഈ ലെറ്റ്സ് സേ ദിസ് ഈസ് ബുക്ക് 1. ഓക്കെ, ബുക്ക് 1 ഫോളോ ചെയ്യുമ്പോൾ ചെയ്യാനുള്ളത്. അതേപോലെ മേക്ക് യുവർ ഓൺ പാറ്റേൺ എന്ന് പറയുന്ന ഈ ബുക്ക് ഫോളോ ചെയ്യുമ്പോൾ അവരെങ്ങനെയാണോ ഏത് പോയിന്റിൽ നിന്ന് ഏത് പോയിന്റ് വരെയുള്ള മെഷർമെൻറ്റ്സ് യൂസ് ചെയ്തിട്ടാണോ ആ ഡ്രാഫ്റ്റിംഗ് ചെയ്തിട്ടുള്ളത് എന്നാലേ നമുക്ക് കറക്റ്റ് പാറ്റേൺ കിട്ടത്തുള്ളൂ. ഓക്കെ, സോ മെനി ടൈംസ് സ്റ്റുഡൻസ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ദേ ഗെറ്റ് എ പാറ്റേൺ ഡ്രാഫ്റ്റിംഗ്, അവർക്കറിയാം ഹൗ ടു ടേക്ക് മെഷർമെൻറ്റ്. ഓക്കെ, അത് എല്ലാവർക്കും അറിയാം ഹൗ ടു ടേക്ക് മെഷർമെൻറ്റ്. ഓക്കെ, മെഷർമെൻറ്റ്സ് എങ്ങനെ എടുക്കണം എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഓക്കെ, പക്ഷേ ആ ബുക്കിൽ ഏത് പോയിന്റിൽ നിന്ന് ഏത് പോയിന്റ് വരെയാണെന്ന് നോക്കാതെ അങ്ങ് മെഷർമെൻറ്റ്സ് എടുക്കും. അതേപോലെ വേറൊരെണ്ണം ഞാൻ കാണിച്ചു തരാം. നെക്ക് റൗണ്ട് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ഷോൾഡർ ലെങ്ത് മെഷർമെൻറ്റ്. സം ബുക്സ് ഓൺലി മെഷർ ഫ്രം നെക്ക് പോയിൻറ്റ് ടു നെക്ക് പോയിൻറ്റ്, അല്ലെങ്കിൽ സം ബുക്സ് മെഷർ ഫ്രം ബാക്ക് സൈഡുമായിട്ട് അങ്ങനെ മെഷർ ചെയ്യും. സോ അതും നമ്മൾ കൺസിഡർ ചെയ്യണം. കാരണം അന്നേരം എൻ്റെ ഡിഫറൻസ് വരും, ഒരു 1/2 ഇഞ്ച് to 1 ഇഞ്ച് 2 ഇഞ്ച് ഒക്കെ ഡിഫറൻസ് ആ ഡ്രാഫ്റ്റിംഗ് മെത്തേഡിൽ ഈ മെഷർമെൻറ്റ് ഏത് പോയിന്റിൽ നിന്ന് ഏത് പോയിന്റ് വരെയാണെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ നമുക്ക് മെഷർമെൻറ്റ്. സോ ചുമ്മാ പോയൊരു ഡ്രാഫ്റ്റിംഗ് മെത്തേഡ് കാണുമ്പോൾ ഉടനെ പോയി അങ്ങ് ചെയ്യരുതും. മെഷർമെൻറ്റ്സ് ഏത് പോയിന്റിൽ നിന്ന് ഏത് പോയിന്റ് വരെയാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ അതേ പോയിന്റിൽ നിന്നും മെഷർ ചെയ്തിട്ട് വേണം ആ മെഷർമെൻറ്റ് ഡ്രാഫ്റ്റിങ്ങിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, സോ മെഷർമെൻറ്റ്സ്. ഓക്കെ, സോ മെഷർമെൻറ്റ്സ് ഞാൻ ഹൗ ടു ടേക്ക് മെഷർമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്. ദർ ആർ സോ മെനി മെഷർമെൻറ്റ്സ് ഇൻ എവ്രി വൺ. അതായത് പിന്നെ ഇപ്പം നിങ്ങളൊരു ചാർട്ട് എടുക്കുകയാണെന്ന് വിചാരിച്ചു, ഞാൻ ചാർട്ട് കാണിച്ചു തരാമേ. ഓക്കെ, മെഷർമെൻറ്റ് ചാർട്ട്സ്. ഓക്കെ, മെഷർമെൻറ്റ് ചാർട്ട് എടുക്കുകയാണെങ്കിൽ ദെയർ ഈസ് ഫുൾ ലെങ്ത്, ചെസ്റ്റ് റൗണ്ട്, അക്രോസ് ബാക്ക്, അക്രോസ് നീ, അക്രോസ് ബാക്ക്, അക്രോസ് ഫ്രണ്ട്, ബോഡി റൈസ്. സോ ഓൾ ഓഫ് ദീസ് മെഷർമെൻറ്റ്സ് എങ്ങനെയാണ് ഇവർ മെഷർമെൻറ്റ് എടുത്തിരിക്കുന്നതെന്ന് അറിഞ്ഞാൽ മാത്രമേ ഈ മെഷർമെൻറ്റ് ചാർട്ട് ഉപയോഗിച്ച് നമുക്കൊരു ഡ്രാഫ്റ്റിംഗ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അതേപോലെ തന്നെ ഇതിനും മെഷർമെൻറ്റ്സ് എങ്ങനെയാണ് അവരെടുത്തിരിക്കുന്നത് എന്നുള്ളത് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, അത് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ബുക്കിൻ്റെ ഡ്രാഫ്റ്റിംഗ് ചെയ്യുമ്പോൾ അത് ഈസി ആയിട്ട് വരും. സോ അത് മേക്ക് ഷുവർ ദാറ്റ് യു നോട്ട് ദാറ്റ്. അങ്ങനെ വരുമ്പോഴും പാറ്റേൺ മേക്കിംഗ് ചെയ്യുമ്പോൾ പിന്നെ വ്യത്യാസം വരും. നോർമലി നമുക്ക് വേണ്ട, അതായത് ഒരു സാധാരണ ഡ്രസ്സ് തയ്ക്കാൻ നമുക്ക് വേണ്ട മെഷർമെൻറ്റ്സ് എന്ന് പറയുന്നത് ബസ്റ്റ്, വേസ്റ്റ്, ഹിപ്പ്, വേസ്റ്റ്, ഹിപ്പ്, നെക്ക് റൗണ്ട്, അതേപോലെ ഫ്രണ്ട് ലെങ്തും ബാക്ക് ലെങ്തും നമുക്ക് വേണം. ഫ്രണ്ട് ലെങ്ത് ആൻഡ് ബാക്ക് ലെങ്ത് ഇസ് ഡിഫറെൻറ്റ്. അത് സെയിം അല്ല.
ഓക്കെ. അതും വൺ ഓഫ് ദ റീസൺ പാറ്റേൺ മേക്കിംഗ് തെറ്റിപ്പോകുന്നത് അതുകൊണ്ടാണ്. ഫ്രണ്ട് ലെങ്ത് ആൻഡ് ബാക്ക് ലെങ്ത് ഈസ് ഡിഫറെൻറ്റ്. ഓക്കെ. ആൻഡ് ദെൻ ബാക്ക് ഷോൾഡറിൻ്റെ ഹൈറ്റ്. സോ ഇതിൻ്റെ അകത്ത് ഈ നെക്കിൻ്റെ ഹൈറ്റ് അവർ മെഷർ ചെയ്യുന്നുണ്ട്. ഓക്കെ. ആൻഡ് ഫ്രണ്ട് ഷോൾഡർ ഹൈറ്റ്, ഈ ഷോൾഡറിൻ്റെ ഈ പോയിൻ്റ് എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരതും അത് മെഷർ ചെയ്യുന്നുണ്ട്. പ്ലസ് എക്രോസ് ബാക്ക്, ദാറ്റ്സ് ദ ഷോൾഡർ വിഡ്ത്ത് ദാറ്റ് ഐ ആം ടോക്കിംഗ് അബൌട്ട്. അല്ലെങ്കിൽ ഷോൾഡർ വിഡ്ത്ത് എന്ന് പറയും. ഇത് ഫുൾ ബാക്ക് എന്ന് പറയും. ഫുൾ ബാക്ക് എന്ന് പറഞ്ഞാൽ ഫുൾ സൈഡ് ടു സൈഡ് എത്ര നമുക്ക് ബാക്ക് വരുന്നു എന്നുള്ളത്. എക്രോസ് ഫ്രണ്ട്, ഈ ആം ഹോളിൻ്റെ സെൻറ്ററിൽ നിന്ന് ഫ്രണ്ടിൽ മെഷർമെൻറ്റ് ചെയ്യുക. ഫുൾ ഫ്രണ്ട്, സൈഡ് സീം ടു സൈഡ് സീം ഫ്രണ്ടിൽ എത്ര വരുന്നു എന്നുള്ളത്. ഇതൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് മെഷർ ചെയ്യുന്നത് ഈ സെലിബ്രിറ്റീസിനൊക്കെ മെഷർ ചെയ്യുമ്പോൾ അവർ യൂഷ്വലി ഇങ്ങനെ ബോഡി കറക്റ്റ് ഇങ്ങനെ നന്നായിട്ട് ഓപ്പൺ ആയിട്ടുള്ള ഡ്രസ്സുകളല്ലേ, അങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള ഡ്രസ്സുകൾ ധരിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ഇങ്ങനത്തെ മെഷർമെൻറ്റ്സ് ഒക്കെ വേണം. അതായത് ഫുൾ ബാക്ക് ഫുൾ ഫ്രണ്ട് എന്നൊക്കെ പറയുന്ന മെഷർമെൻറ്റ്സ് വേണം. എന്നാലേ അത് കറക്റ്റ് അവരുടെ ബോഡിയിൽ ഫിറ്റായിട്ട് ഇരിക്കത്തുള്ളൂ. കാരണം നമുക്ക് ഷോ ചെയ്യുന്ന ഗാർമെൻറ്റ്സ് ആകുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ബോഡിയിലേക്ക് നല്ല ഫിറ്റായിട്ടിരുന്നാൽ അത് മൂവ് ചെയ്യത്തില്ല. അല്ലെങ്കിൽ അത് മൂവ് ചെയ്യും. അന്നേരമാണ് ഈ പറഞ്ഞതുപോലെ സ്ലിപ്പായി ഷോൾഡർ സ്ലിപ്പായി പോകുന്നതും ബസ്റ്റിൽ നിന്ന് താഴേക്ക് പോകുന്നതും ഒക്കെ. ഓക്കെ, സോ ദാറ്റ്സ് മെഷർമെൻറ്റ്. ആൻഡ് നൗ ദ നെക്സ്റ്റ് പാർട്ട് ഈസ് ഡ്രോയിങ്. നമ്മൾ പാറ്റേൺ മേക്കിങ്ങിൽ മെഷർമെൻ്റ് എടുത്തു, ഇനി നമ്മൾ അത് ഡ്രോ ചെയ്യണം. ഡ്രോ ചെയ്യാനായിട്ട് നമുക്ക് ചുമ്മാ അങ്ങ് പോയി ഡ്രോ ചെയ്യാൻ പറ്റത്തില്ല. സോ പേപ്പർ പാറ്റേൺ വേണം നമുക്ക്. നമ്മുടെ മെഷർമെൻറ്റ് ഫുള്ളി നിൽക്കുന്ന സൈസിലുള്ള പേപ്പർ പാറ്റേൺസ് വേണം. സാധാരണ ടൈലേഴ്സൊക്കെ ന്യൂസ് പേപ്പറിലൊക്കെ നിങ്ങൾ ബിഗിനിങ്ങിൽ നിങ്ങൾ ഒരുപാട് പൈസയൊന്നും മുടക്കി ഒന്നും ചെയ്യേണ്ട. പേപ്പർ പാറ്റേൺസ് യൂസ് ചെയ്യാം. ഓക്കെ, പേപ്പർ ഫോർ ടു ഡ്രോ. ദെൻ കംസ് മെഷർമെൻറ്റിൽ തന്നെ വരുന്ന വേറൊരു ഇതാണ് ആഡിങ് ഈസ് എന്ന് പറയുന്നത്. നമ്മൾ മെഷർമെൻറ്റ് എടുക്കുമ്പോൾ നമ്മൾ ടൈറ്റായിട്ടാണല്ലോ മെഷർമെൻറ്റ് എടുക്കുന്നത്. നമ്മുടെ ബോഡിയുടെ കറക്റ്റ് മെഷർമെൻറ്റാണ് നമ്മൾ എടുക്കുന്നത്. വിത്തൗട്ട് എനി ലൂസ്, വിത്തൗട്ട് എനി ടൈറ്റ്. അതായത് ഒരുപാട് ടൈറ്റും അല്ല ഒരുപാട് ലൂസും അല്ലാത്ത രീതിയിലാണ് നമ്മൾ മെഷർമെൻറ്റ് എടുക്കുന്നത്. പക്ഷേ നമ്മുടെ ബോഡിക്ക് മൂവ് ചെയ്യണമെങ്കിൽ, ഫ്രീ ആയിട്ട് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ആഡ് ചെയ്യണം. നമ്മൾ അതിനെയാണ് ഒരു 2-3 ഇഞ്ചസ് കൂടുതൽ ആഡ് ചെയ്യണം. ആ സംഭവത്തെ പറയുന്നതാണ് ഈസ്. അതായത് ബോഡിക്ക് കംഫർട്ടബിളായിട്ട് മൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന എക്സ്ട്രാ മെഷർമെൻറ്റിനെയാണ് ഈസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ്സ് ഡിഫർ ഫോർ എവറിത്തിങ്. അതായത് ഇപ്പോൾ നമ്മുടെ ടോപ്പിനാണെന്നുണ്ടെങ്കിൽ ചെസ്റ്റ് സർക്കംഫറൻസിൽ 2 ഇഞ്ച് വരെ നമുക്ക് ആഡ് ചെയ്യാം. വേസ്റ്റിലാണെങ്കിൽ 1 ഇഞ്ച് വരെ നമുക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ടോപ്പ് ടീഷർട്ട് അങ്ങനെയൊക്കെ ഉള്ള ഇതിനാണെന്നുണ്ടെങ്കിൽ ഈസ് 8 ഇഞ്ച് to 12 ഇഞ്ച്. സോ ഡിഫർ ഫ്രം ഗാർമെൻറ്റ്. ഓക്കെ, സോ ബോഡീസിനാണെങ്കിൽ നമ്മൾ എത്ര കൊടുക്കത്തുള്ളൂ? ഈസ് 0 to 2 ഇഞ്ച് വരെ കൊടുക്കും. ഇനി ടീഷർട്ടിനാണെങ്കിൽ നമ്മൾ എത്ര കൊടുക്കാം? 8 ഇഞ്ച് to 12 ഇഞ്ച്. സോ ഇറ്റ് ഡിഫർ. ടീഷർട്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര ലൂസ് ആയതുകൊണ്ടാണ് ആ ഈസ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഇനി ദ ഫസ്റ്റ് തിങ് ദാറ്റ് വി ഡു ഇസ് എന്താണ്? അത് കഴിഞ്ഞിട്ട് നമ്മൾ മെഷർമെൻ്റ് എടുത്തു. മെഷർമെൻറ്റ് നമ്മൾ പേപ്പറിലേക്ക് ഒരു ബേസിക് ഡ്രാഫ്റ്റിംഗ് ചെയ്യുന്നു. ഓർ ദ ഫൗണ്ടേഷൻ ഓഫ് എവറി സിംഗിൾ ഗാർമെൻറ്റ്. ഓക്കെ എന്ന് പറയാം. ദെൻ നമ്മൾ കസ്റ്റമൈസേഷൻ ചെയ്യുന്നു. ഓക്കെ, കസ്റ്റമൈസ് ദാറ്റ് ഗാർമെൻറ്റ് ഇൻ ടു അവർ പേപ്പർ. അതിനെ നമ്മൾ പേപ്പറിനെ നമ്മൾ മാനിപ്പുലേഷൻ ചെയ്ത് അതിനെ നമ്മൾ നമ്മുടെ ഡിസൈൻ്റെ ഡ്രാഫ്റ്റിംഗ് ആക്കി മാറ്റും. ഡിസൈൻ്റെ പാറ്റേൺ ആയിട്ട് മാറ്റും. ഓക്കെ, and then it goes to, once that pattern is ready, it goes to cutting and sewing. Okay, so this is what happens in the process of എന്താണ് നമ്മുടെ ഗാർമെൻറ്റ് മേക്ക് ചെയ്യുന്ന പ്രോസസ്സിൽ ഇതാണ് ആക്ച്വലി നടക്കുന്നത്.
ഓക്കെ. സോ ഇനി പാറ്റേൺ മേക്കിങ്ങിന് ഞാൻ ഒന്നുകൂടെ ഇത് ചെയ്ത് പറയാൻ പോവാണ്, കുറച്ചുകൂടെ ഇലാബറേറ്റ് ചെയ്ത് പറയാൻ പോവാണ്. പാറ്റേൺ മേക്കിംഗ് തന്നെ 2 രീതിയിൽ നമുക്ക് ചെയ്യാം. ഓക്കെ. സോ വൺ ഈസ് ഡ്രേപ്പിംഗ്, ഓക്കെ, ആൻഡ് അതർ വൺ ഈസ് ഡ്രാഫ്റ്റിംഗ്. ഓക്കെ. ഡ്രേപ്പിംഗ് ആണ് മോസ്റ്റ് ഓഫ് ദ ടൈം വലിയ വലിയ ഡിസൈനേഴ്സ് ചെയ്യുന്നത്. ഇറ്റ്സ് വെരി ഈസി വൺസ് യു ഗെറ്റ് ദ ഐഡിയ. എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. ഈ പേപ്പർ ഡ്രാഫ്റ്റിംഗ് ചെയ്യുന്നതിനേക്കാളും വിലക്കുറവും ഡ്രേപ്പിംഗ് ആണ്. ഓക്കെ. ഡ്രേപ്പിംഗ് അല്ലെങ്കിൽ മോഡലിംഗ് എന്നും ഇപ്പോൾ പറയാം. ഡ്രേപ്പിംഗ് എന്ന് പറയുമ്പം ഒന്നെങ്കിൽ നമ്മുടെ മോഡൽ, നമ്മുടെ ആരാണോ നമ്മുടെ കസ്റ്റമർ, ആ കസ്റ്റമറിൻ്റെ പുറത്ത് നമ്മൾ ഫാബ്രിക് യൂസ് ചെയ്ത് അല്ലെങ്കിൽ മസ്ലിൻ യൂസ് ചെയ്ത് ഡ്രേപ്പ് ചെയ്യുവാണ്. ഇത് ഡ്രേപ്പ് ചെയ്ത് ഇതിനെ പ്രിപ്പ് ചെയ്യും. അതൊക്കെ ഡ്രേപ്പിങ്ങിൽ വരുന്നതാണ്. മസ്ലിനെ നമ്മൾ പ്രിപ്പ് ചെയ്തിട്ട് അതിൽ നമ്മുടെ കസ്റ്റമറിൻ്റെ പുറത്തേക്ക് ഡ്രേപ്പ് ചെയ്ത് നമ്മൾ പാറ്റേൺ ഉണ്ടാക്കും. എന്നിട്ട് അത് നമ്മൾ പിന്നീട് എടുത്ത് ഇതേപോലെ പേപ്പർ പാറ്റേൺ ആക്കി, ഡിസൈനിൻ്റെ പേപ്പർ പാറ്റേൺ ആക്കി കട്ടിങ് ആൻഡ് സൂയിങ്ങിലേക്ക് കൊടുക്കും. സോ ദാറ്റ്സ് ഡ്രേപ്പിംഗ്. ഇനി അനദർ വൺ ഈസ് ഡ്രാഫ്റ്റിംഗ്. ഡ്രാഫ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മെഷർമെൻറ്റ് ബോഡിയിൽ നിന്നെടുത്തു. ബോഡി മെഷർമെൻ്റ് ആണ് എടുക്കുന്നത്. ബോഡിയിൽ ഡ്രേപ്പ് ചെയ്യില്ല, ബോഡിയിൽ നിന്ന് മെഷർമെൻ്റ് എടുത്തിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യും, 2D ഫോമിലേക്ക് പേപ്പറിൽ ഗാർമെൻറ്റ് കൺസ്ട്രക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. സോ ദിസ് ഡ്രാഫ്റ്റിംഗ് ഈസ് അതർവൈസ് കോൾഡ് ഫ്ലാറ്റ് മെത്തേഡ്. ഓക്കെ, ഇഫ് ഐ ആം ഗെസ്സിങ് റൈറ്റ്. ഓക്കെ, ഫ്ലാറ്റ് മെത്തേഡ്. ഓക്കെ, ഇതിനെ നമുക്ക് വേറൊരു പേര് പറയാം, മോഡലിംഗ് എന്നും പറയാം. ഓക്കെ. സോ ദിസ് ഈസ് ദ 2 പാറ്റേൺ മേക്കിംഗ്. ഇന്നത്തെ കാലത്ത് AI പിന്നെ ഈ ലേസറൊക്കെ വെച്ചിട്ടൊക്കെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് ഇതിലാണ് കേട്ടോ, ഫ്ലാറ്റ് പാറ്റേൺ മേക്കിംഗ്. ഇനി ഇത് 2 ഉപയോഗിച്ചാലും ദ പ്രോസസ് ഈസ് ഓൾ സെയിം, ദ ബിഗിനിങ് പാർട്ട് ഈസ് ഡിഫറെൻറ്റ്. ഓക്കെ. സോ ഇത് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ബേസിക് ബ്ലോക്ക്. ഓക്കെ, ഇത് 2ഉം ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്, ബേസിക് ബ്ലോക്ക് പാറ്റേൺ. ഓക്കെ, മസ്ലിൻ ചെയ്യുമ്പോഴും ആദ്യം ഒരു ബേസിക് ബ്ലോക്ക് പാറ്റേൺ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഡ്രേപ്പ് ചെയ്യാൻ പോകുന്നത്. ചിലർ അങ്ങനെ ചെയ്യത്തില്ല, ബട്ട് ദാറ്റ്സ് ദ യൂഷ്വൽ വേ. അങ്ങനെയാണ് ബേസിക് ബ്ലോക്ക് പാറ്റേൺ. എന്നിട്ട് ആ പാറ്റേണിന് എന്ത് ചെയ്യും, ഈ ബ്ലോക്ക് പാറ്റേൺ ക്യാൻ ബി കസ്റ്റമറിൻ്റെ മെഷർമെൻറ്റ് യൂസ് ചെയ്തിട്ടാവും, കസ്റ്റം മെഷർമെൻ്റ് ആവാം, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് മെഷർമെൻ്റ് ആയിട്ടും ആവാം. ബ്ലോക്ക് പാറ്റേൺ ചെയ്യുമ്പോൾ നമ്മൾ ഡിസൈൻ അല്ല ചെയ്യുന്നത്. ഇറ്റ് ഷുഡ് ബി ലുക്ക് ലൈക്ക് ദിസ്, ലൈക്ക് ഡിസൈൻ ഒന്നും ചെയ്യാതെ ജസ്റ്റ് നമ്മുടെ ബോഡീസിൻ്റെ പാറ്റേൺ. ഇത് ഡിസൈൻ ഒന്നും കാണത്തില്ല. ഓക്കെ, ജസ്റ്റ് നമ്മുടെ സാധാരണ ഡിസൈനൊന്നും ഇല്ലാതെ ഒരു ബോഡീസ് പാറ്റേൺ. ഇറ്റ് മേ ബി ലുക്ക് ലൈക്ക് ദിസ്. അതായത് ഇതുപോലെ ഇരിക്കും, അതിനൊരു ഡാട്ട് കാണും, നമ്മുടെ ബോഡിയോട് ചേർന്ന് ഇരിക്കുന്ന പോലത്തെ ഒരു പാറ്റേൺ. ദർ ഈസ് നോ ഡിസൈൻ ഇൻ ദാറ്റ് ബേസിക് ബ്ലോക്ക് പാറ്റേൺ. ഓക്കെ, വൺസ് ബേസിക് ബ്ലോക്ക് പാറ്റേൺ നമുക്ക് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അത് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന, അതായത് ഈ പാറ്റേൺ യൂസ് ചെയ്ത് നമ്മൾ നമ്മുടെ ഡിസൈൻ പാറ്റേൺ ഉണ്ടാക്കും. ആ പാറ്റേണിനെയാണ് പറയുക വർക്കിംഗ് പാറ്റേൺ. ഇഫ് ഐ ക്യാൻ ഷോ യു സം. ഓക്കെ, സി ദിസ് ഈസ് അവർ ബേസിക് ബ്ലോക്ക് പാറ്റേൺ. ഓക്കെ, ഈ ബ്ലോക്ക് പാറ്റേണിനെ നമ്മൾ യൂസ് ചെയ്ത് ഈ താഴെ വരച്ചിരിക്കുന്നുണ്ടോ, അതിനെയാണ് വർക്കിംഗ് പാറ്റേൺ എന്ന് പറയുന്നത്. ഇതിനെല്ലാം വർക്കിംഗ് പാറ്റേൺ എന്ന് പറയും. ആൻഡ് ദെൻ കംസ് അവർ ഫൈനൽ പാറ്റേൺ. ഓക്കെ, ദിസ് ഈസ് അവർ ഗാർമെൻറ്റിൻ്റെ ഫൈനൽ. നമ്മൾ ഇത് യൂസ് ചെയ്താണ് ഫൈനൽ പാറ്റേൺ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ദിസ് വിൽ ബി ദ ബേസിക് പാറ്റേൺ നമ്മൾ ഉണ്ടാക്കിയത്. ആ ബേസിക് പാറ്റേൺ യൂസ് ചെയ്ത് നമ്മൾ ആ ബേസിക് പാറ്റേണ് ഡാട്ട് മാനിപ്പുലേഷൻ അല്ലെങ്കിൽ എല്ലാ ഇതിന് പിവോട്ട് ടെക്നിക്സ് യൂസ് ചെയ്ത് അതിൻ്റെ ഡാട്ട് ചേഞ്ച് ചെയ്യുന്ന ഒരു പിക്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതേപോലെ ടെക്നിക്സ് യൂസ് ചെയ്ത് നമ്മൾ ഡിസൈൻ
വേണ്ടിയിട്ടുള്ള ഫൈനൽ പാറ്റേൺ ചെയ്യുന്ന ഈ പാറ്റേൺസിനെയാണ് നമ്മൾ പറയാം വർക്കിംഗ് പാറ്റേൺ. ദീസ് ആർ വർക്കിംഗ് പാറ്റേൺസ്. ഓക്കെ, ഞാൻ കൺഫ്യൂസ് ചെയ്തില്ല എന്ന് വിചാരിക്കുന്നു. വൺസ് വർക്കിംഗ് പാറ്റേൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫൈനൽ പാറ്റേൺ ആണ് നമ്മൾ ഗാർമെൻറ്റ് കൺസ്ട്രക്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അതിലാണ് നമ്മുടെ ഡിസൈൻ, നമ്മൾ ഏതെങ്കിലും ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റൈലൊക്കെ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ പ്ലീറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഫൈനൽ പാറ്റേണിലായിരിക്കും അതെല്ലാം ഉണ്ടാവുക. അപ്പോൾ ഈ ഫൈനൽ പാറ്റേൺ ആണ് നമ്മുടെ കൺസ്ട്രക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം, നമ്മുടെ ഡ്രാഫ്റ്റിംഗ് ചെയ്യുമ്പോൾ ഫോർമുലയിൽ നമ്മുടെ ബോഡിയെ 1/6 മെഷർമെൻ്റ് ആയിട്ടും 1/4 മെഷർമെൻ്റ് ആയിട്ടും നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഈ 1/6 മെഷർമെൻ്റ് എന്ന് പറയുന്നത് ഫിറ്റഡ് ആയിട്ടുള്ള, കറക്റ്റ് ഫിറ്റഡ് ആയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 1/6 മെഷർമെൻറ്റ്സ് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ നമുക്ക് സെമി ഫിറ്റഡ് ആയിട്ടുള്ള മെഷർമെൻറ്റ്സ് ആണ് വേണമെന്നുണ്ടെങ്കിൽ 1/4 മെഷർമെൻറ്റ്സ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. സോ ഇതാണ് അതിൻ്റെ വ്യത്യാസം. ഓക്കെ, 1/6 ഇപ്പോൾ ചിലർക്ക് കാണും 1/6 ചെസ്റ്റ് എന്ന് പറഞ്ഞ് കാണുന്നത്. That's because that we need that garment to be really fitted, really tight ആയിട്ടുള്ള മെഷർമെൻറ്റ്സ് വേണം എന്ന് ഉദ്ദേശിച്ചാണ് 1/6 മെഷർമെൻറ്റ്സ് യൂസ് ചെയ്യുക. അതുകൊണ്ടാണ് ഈ സാരി ബ്ലൗസിലൊക്കെ മിക്കവാറും 1/6 മെഷർമെൻ്റ് ആയിരിക്കും യൂസ് ചെയ്യുക ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ കുർത്തീസിലൊക്കെ 1/4 മെഷർമെൻറ്റ്സ് ആയിരിക്കും കൂടുതലും ഫോർമുലാസിൽ യൂസ് ചെയ്യുക. ഇനി അപ്പം വി ഹാവ് ഫോർമുലാസ് ഫോർ എവറി തിങ്. ഓക്കെ, ബട്ട് ഡ്രാഫ്റ്റിംഗ് അങ്ങനെ കാണാതെ പഠിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല. ഇത് ഇപ്പോൾ ഒരു ഐഡിയ ഉണ്ടായാൽ മതി. എങ്ങനെയാണ് പല തവണ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ആ ഫോർമുലാസൊക്കെ ഓർമ്മ വരും. ഇത് വലിയ ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ഫോർമുലാസൊന്നുമല്ല. നമ്മുടെ ബോഡിയെ, ഓക്കെ, വൺ മോർ തിങ്, ബോഡിയെ നമുക്ക്, ഞാനൊരു ബോഡി വരയ്ക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ബോഡി എന്ന് വിചാരിച്ചോ. ഓക്കെ, സോ ഇതിന് അപ്പർ ടോസോ എന്നും ഇതിന് ലോവർ ടോസോ എന്നുമാണ് പറയുന്നത്. ഓക്കെ, ഈ അപ്പർ ടോസോയിൽ വരുന്ന ഫൗണ്ടേഷണൽ പാറ്റേൺസ് ആണ് ബേസിക് ഫ്രണ്ട്, then basic back, okay, and sleeve. Okay, ഇതിൽ വരുന്നതാണ് ബേസിക് സ്കേർട്ട് ആൻഡ് ബേസിക് പാൻറ്റ്. ഓക്കെ, സോ ഇത്രയും നിങ്ങൾക്ക് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. എന്നാൽ you can make more designer stuff with these basic patterns. ഓക്കെ, ഇത് ആണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. അതിപ്പോൾ ചിൽഡ്രൻ ആണെങ്കിലും വുമൻസിൻ്റെ ആണെങ്കിലും എല്ലാം ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കണം, ബേസിക്സ്. ഓക്കെ, ഇത് ഇത്രയും യൂസ് ചെയ്ത് നമുക്ക് ഒരു ഗാർമെൻറ്റ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, that I want you guys to know. I think at least എനിക്ക് നിങ്ങൾ അറിയണമെന്ന് തോന്നിയ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പോയിൻറ്റ്സൊക്കെയാണ് ഞാൻ പറയുന്നത്. ഞാനിപ്പം ഒരു എൻ്റെ കുഞ്ഞിൻ്റെ തന്നെ പാറ്റേൺ ചെയ്യുന്നതാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്ലസ് എനിക്ക് ഈ വീഡിയോയിലൂടെ കുറേ കാര്യങ്ങൾ നിങ്ങളോട് പറയണം എന്ന് തോന്നി. അതുകൊണ്ടാണ് ഇത് ഞാൻ വീഡിയോ വേറൊരെണ്ണം പിന്നെ പാർട്ട് ഓഫ് ദ വീഡിയോ ആയിട്ട് കുറച്ചുകൂടെ നല്ല രീതിയിൽ കാണുന്ന രീതിയിൽ നമ്മുടെ പതുക്കെ ലെസൺ പ്ലാൻ ചെയ്യുന്ന പോലെ ലെസൺസ് അപ്ലോഡ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. എനിക്ക് ഒരുപാട് സമയമുള്ളതുകൊണ്ട് ചെയ്യുന്നതല്ല. എനിക്ക് ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്ന് എനിക്കറിയാവുന്ന എല്ലാ നോളജും മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്ന് എനിക്ക് തോന്നുന്നതുകൊണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ദയമായി പിന്നെ ഞാൻ എൻ്റെ വീഡിയോസൊന്നും അത്ര വലിയ ഒരു ഇതല്ല ഞാൻ ചെയ്ത്
ചിലപ്പോൾ നമുക്ക് നല്ല നല്ല വീഡിയോസ് ഇടാൻ പറ്റിയെന്ന് വരും. പക്ഷെ ഞാനും നിങ്ങളെപ്പോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ദർ വിൽ ബി ലോട്ട് ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ്. പക്ഷേ അറ്റ്ലീസ്റ്റ് ഒരു ചെറിയ രീതിയിലെങ്കിലും എല്ലാവരുടെയും എക്സ്പ്ലനേഷനോ അല്ലെങ്കിൽ എല്ലാവരുടെയും ക്ലാസ്സോ എല്ലാവരുടെയും ഡ്രാഫ്റ്റിംഗ് മെത്തേഡ്സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരത്തില്ല. അത് എൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ്. അതായത് എനിക്ക് എല്ലാ ഡ്രാഫ്റ്റിംഗ് മെത്തേഡ്സും എനിക്കിഷ്ടമല്ല. ഞാൻ സ്കൂളിൽ പഠിച്ച അല്ലെങ്കിൽ കോളേജിൽ പഠിച്ച ഡ്രാഫ്റ്റിംഗ് മെത്തേഡല്ല ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഓരോരോ ഡ്രാഫ്റ്റിംഗ് മെത്തേഡ്സ് ചെയ്യുമ്പോൾ നമ്മുടെ ഡ്രാഫ്റ്റിങ്ങിൻ്റെ രീതി ചേഞ്ച് ചെയ്യും. നമ്മൾ ചില ഡ്രാഫ്റ്റിംഗ് മെത്തേഡിൽ നിന്ന് നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചിട്ട് അത് ചിലപ്പോൾ മറ്റൊരു ഡ്രാഫ്റ്റിംഗ് മെത്തേഡിലേക്ക് ഇൻക്ലൂഡ് ചെയ്യും. അങ്ങനെ നമ്മൾ ഓരോ തവണയും നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഓരോ തവണയും നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഇതെങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലാവും. അപ്പം വളരെ സിമ്പിളായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട. അറ്റ്ലീസ്റ്റ് ഒരു പേപ്പറും പേനയും മാത്രമാണ് ഇപ്പം വേണം. ഇത് ഒരുവിധം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് സേവിങ് ഫോർ എ സൂയിങ് മെഷീൻ. പിന്നെ ആദ്യത്തെ ഇതിന് ഫാബ്രിക് ഒന്നും വാങ്ങിക്കേണ്ട കാര്യമില്ല. ബെഡ്ഷീറ്റൊക്കെ കട്ട് ചെയ്തങ്ങ് ചെയ്യുക. 2-3 പിന്നെ തന്നെ ഉടുപ്പ് തയ്ച്ച് നോക്കുക. അന്നേരം തന്നെ കുറേയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഏറ്റവും കൂടുതൽ പാട് വരുന്നത് നമുക്കൊരു ബേസിക് ബോഡീസ് പഠിച്ചാലും അതിനെ ഒരു ഡിസൈൻ ആക്കുക എന്നുള്ളതാണ് ഏറ്റവും പാടായിട്ടൊക്കെ തോന്നുന്നത്. അതെങ്ങനെയാക്കും എന്നുള്ളതാണ് ഒരു പാടായിട്ട് അല്ലെങ്കിൽ ഒരു ഡിഫിക്കൽറ്റി തോന്നുന്നത് ആ സമയത്താണ്. ഓക്കെ, അപ്പോൾ ഞാൻ വീണ്ടും പറയാണ്, നിങ്ങളുടെ ഒരു സ്കില്ല് എത്ര നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ ലൈഫ് സ്റ്റോപ്പായി പോകുമെന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പിന്നെ സഹായകമായിട്ട് വരുന്നത് ഈ പറയുന്ന സ്കിൽസായിരിക്കും. ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും, സാഹചര്യങ്ങൾ വളരെ മോശമായിട്ട് വരും. ചിലപ്പോൾ നിങ്ങളെ ആരും സഹായിച്ചില്ലെന്ന് വരും. നിങ്ങൾക്ക് ജോലി കിട്ടാൻ കുറേ സമയമെടുക്കും. അല്ലെങ്കിൽ ഏറ്റവും വലിയൊരിതാണ് ഇമോഷണലി സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലാതെ ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത്. അന്നേരവും നമുക്ക് നമ്മളെ പിടിച്ച് മുന്നോട്ട് നടത്തണമെങ്കിൽ അല്ലെങ്കിൽ കുറേ ആൾക്കാർ കൂടി നിങ്ങളെ ഇമോഷണലി തകർക്കാൻ ശ്രമിച്ചു അല്ലെങ്കിൽ ഫിനാൻഷ്യലി തകർക്കാൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് മുന്നോട്ട് നടക്കാൻ നിങ്ങൾ തന്നെ വിചാരിക്കണം. നിങ്ങൾ തന്നെ നിങ്ങളുടെ സ്കിൽസ് ഉണ്ടാക്കണം. ആ സ്കിൽസിൽ നിന്ന് നിങ്ങൾ പിന്നെ ഉണർന്ന്, അതായത് പിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഉയർത്തെഴുന്നേൽക്കാനാണ് ശ്രമിക്കണം എന്ന് ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് പറയുന്നത്. അപ്പോൾ അത് എല്ലാ പെൺകുട്ടികളാവട്ടെ ആൺകുട്ടികളാവട്ടെ അവരിലേക്ക് എത്തിക്കാൻ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ പെൺകുട്ടികളും ആൺകുട്ടികളെയും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ഫാഷൻ ടെക്നോളജി അല്ലെങ്കിൽ സൂയിങ് എന്ന് പറയുന്നത് ഒരു പെൺകുട്ടികൾക്ക് മാത്രം വേണ്ടിയിട്ടുള്ള ഒരു ഇതല്ല, ആൺകുട്ടികൾക്കും വരാം ഇങ്ങനെയുള്ള അവസ്ഥകൾ. അപ്പോൾ ഇതേപോലെ ഉള്ള സ്കിൽസ് അറിഞ്ഞിരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. നിങ്ങൾക്ക് പല ജോലികൾ ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്കില്ല് ചെയ്യാം. ഞാൻ ചെയ്യുന്നത് ഒരു ഫുൾ ടൈം ജോബ് ചെയ്യുന്നുണ്ട്, പ്ലസ് ഞാൻ ഓൾട്രേഷനും പിന്നെ ഇതേപോലെ കസ്റ്റമൈസേഷനും ഒക്കെ എൻ്റെ സമയത്ത് ഞാൻ ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് എനിക്ക് കിട്ടുന്നത് ചിലപ്പോൾ വളരെ തുച്ഛമായ പൈസയായിരിക്കും. പക്ഷേ 10 സെൻറ്റ് ഒരുപാട് തവണ കിട്ടുമ്പോൾ ഒരു 50 സെൻറ്റ് ആവുന്നു. 50 സെൻറ്റ് പലതവണ കിട്ടുമ്പോൾ $1 ആവുന്നു. അല്ലെങ്കിൽ 25 പൈസ പലതവണ കിട്ടുമ്പോൾ 50 പൈസയാവുന്നു. അതേപോലെ അങ്ങനെ ചിന്തിക്കുക. ചെറുതിൽ നിന്ന് തുടങ്ങുക, വലുതിലേക്ക് അത് പിന്നെ എത്തും. അങ്ങനെ വിശ്വസിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് നമ്മുടെ കയ്യിൽ കുറേ സംഭവങ്ങൾ വേണം. ഈ പറയുന്നത് മാത്രമല്ല, എനിക്ക് ഡിജിറ്റലായിട്ട് ചെയ്യാനറിയാം. അങ്ങനെ പല കാര്യങ്ങളിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക. വീട്ടിൽ സ്റ്റേ ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റേ അറ്റ് ഹോം മമ്മായിട്ടിരിക്കുന്ന എല്ലാ പെൺകുട്ടികളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ ഉയർത്താൻ വേണ്ടി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ എല്ലാവരും അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചു വിടുന്നത്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബം, അങ്ങനെയൊന്നുമല്ല. അവിടെ നമ്മൾ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ മാത്രമേ കാണത്തുള്ളൂ. അവിടെ നമുക്ക് പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നമുക്ക്
ഉണ്ടായിരിക്കണം. പഠിത്തം എന്ന് പറയുന്നത് വലിയൊരു ഇതാണ്. എല്ലാവർക്കും വലിയ വലിയ കരിയർ ഫീൽഡിലേക്ക് പോകാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ വരയ്ക്കാനാണെന്നുണ്ടെങ്കിൽ വരച്ചോളുക. കിട്ടുന്ന സമയം നിങ്ങൾക്ക് ചിലവഴിക്കണം. അതാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. അല്ലാതെ പുറത്തു പോയി സലൂണിൽ പോയി 2 മേക്കപ്പ് ഇടുന്നതല്ല. സെൽഫ് ലവ് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് നമ്മൾ നമ്മളെ തന്നെ പഠിപ്പിക്കണം. അത് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള എഡ്യൂക്കേഷണലി നമ്മൾ കുറച്ചും കൂടി ആക്റ്റീവായിട്ടിരിക്കണം. നമ്മൾ പുറമെ സോഷ്യലായിട്ടിരിക്കണം. നമ്മളെ അറിയുന്നവർ ആൾക്കാർ വേണം. ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ആരും ഒതുങ്ങിക്കൂടരുതും. അതേപോലെ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാം. എന്നാൽ കഴിയുന്നത് എനിക്ക് ചെയ്യാൻ പറ്റണം എന്നുള്ള രീതിയിലാണ് ഞാൻ ഇത് യൂട്യൂബിലേക്ക് ഇടാം എന്ന് തീരുമാനിച്ചത്. യൂട്യൂബിലിട്ടാൽ എനിക്ക് യൂട്യൂബിൽ നിന്നൊന്നും കിട്ടാൻ ഒരു ഇതുമില്ല. പക്ഷേ ഫ്രീ ആയിട്ട് ഒരാൾക്ക് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ എല്ലാവരും പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പിന്നെ റിഫ്രഷ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഒരു റിഫ്രഷിങ് മോഡിലാണ്. പഠിച്ച എല്ലാ കാര്യങ്ങളും തിരിച്ച് പിന്നെ ഒന്നുകൂടെ എന്താ പറയുക ഓർത്തെടുക്കുകയാണ്, റിവ്യൂ ചെയ്യുവാണ്. അപ്പോൾ ആ റിവ്യൂ ചെയ്യുന്ന സമയത്ത് എനിക്ക് അത് നിങ്ങൾക്കും കൂടെ പഠിപ്പിച്ച് തരാൻ പറ്റും. അപ്പോൾ സബ്സ്ക്രൈബ് ടു മൈ ചാനൽ, കമൻറ്റ് ആൻഡ് ലൈക്ക്. പിന്നെ കമൻറ്റ് ചെയ്യുക. ഞാൻ റിപ്ലൈ കമൻറ്റ് അങ്ങനെ പിന്നെ നിങ്ങളുടെ കമൻറ്റ് അപ്പം തന്നെ കാണാൻ പറ്റത്തില്ല. കാരണം ഞാൻ കമൻറ്റ് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ അതുകൊണ്ട് ഒറ്റയടിക്ക് കാണാൻ പറ്റത്തില്ലെങ്കിലും എനിക്ക് കാണാൻ പറ്റും. ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ. സോ അതിപ്പോൾ വീഡിയോസിലൂടെ ആണെങ്കിലും ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ട്. പല കമൻസിൻ്റെയും റിപ്ലൈ ഞാൻ വീഡിയോസിലൂടെ തന്നെ കൊടുക്കാറുണ്ട്. ഓക്കെ. സോ ബൈ ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ. പറഞ്ഞതുപോലെ നിങ്ങൾക്ക് സൂയിങ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഫോളോ മൈ ചാനൽ ആൻഡ് വി വിൽ സ്റ്റാർട്ട് അവർ ജേർണി towards your first steps towards the sewing skill. Okay, bye.